ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി 11. സംഘർഷത്തിന്റെയും ക്രമരാഹിത്യത്തിന്റെയും അക്കമാണ് 11 എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ. ഉൽപ്പത്തി 11 പറ്റിയും ഇത് സത്യമാണ്. നിമ്രോദിന്റെ നേതൃത്വത്തിൽ ജനം ദൈവത്തോട് മറുതലിക്കുന്നു. ദൈവത്തെ കൂടാതെ സ്വർഗത്തിലെത്തുന്ന ഒരു ഗോപുരം വിഭാവന ചെയ്യുകയും നിർമ്മിക്കാൻ ഉരുപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി ഉടലെടുക്കുന്ന ചിന്താക്കുഴപ്പം ഗോത്രപരവും വംശീയവും സാംസ്കാരികവും കുടുംബപരവുമായ വേർതിരിവിന് വഴിതെളിക്കുന്നു. എന്നാൽ 12-ാം അധ്യായത്തിന്റെ 3-ലും 22-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും ബാബേലിൽ ഉടലെടുത്ത ഈ വിഭാഗീയത മാറി ഒരുമനപ്പെടലിന്റെ വാഗ്ദാനം ദൈവം നൽകുന്നു. എല്ലാ ഭാഷയിലും ജാതിയിലും ഉള്ളവർ ഒരുമിച്ച് കുഞ്ഞാടിനെ വാഴ്ത്തി സ്തുതിക്കും എന്ന് വെളിപ്പാട് 5-ന്റെ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. ഉൽപ്പത്തി പുസ്തകത്തെ പഠനത്തിനായി 3 ഭാഗമായി തിരിച്ചാൽ 1 മുതൽ 11 വരെയുള്ള ഭാഗത്തെ പ്രഥമഘട്ടമായി നമുക്ക് പരിഗണിക്കാം. ഈ ഭാഗത്ത് മാനുഷപാപത്തിന് ദൈവം നൽകുന്ന 3 വൻ ശിക്ഷാവിധികൾ കാണാൻ കഴിയും. 1-ാമത് ഏദനിൽ നിന്നുമുള്ള പുറന്തള്ളൽ, 3-ാം അധ്യായം. 2-ാമത് പ്രളയം, 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ. 3-ാമത് ബാബേലിലെ ചിതറിപ്പോക്ക്. ലൂക്കോസ് 1:51 ഇങ്ങനെ പറയുന്നു: ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. ബാബേൽ എന്ന പേരിലുള്ള 2 അർത്ഥങ്ങളിലുള്ള പ്രയോഗം എബ്രായ വായനക്കാരന് സുപരിചിതമായിരിക്കും. ചിന്താക്കുഴപ്പം എന്നർത്ഥം വരുന്ന ഈ പദം ഒരേ സമയം പട്ടണത്തിന്റെ പേരും അന്നത്തെ ജനങ്ങളുടെ അവസ്ഥയുമാണ്. ഭാഷയുടെ വ്യത്യാസം വേർതിരിവും ചിന്താക്കുഴപ്പവും സംജാതമാക്കുന്നു. ബാബേൽ എന്നതും ബാബിലോൺ എന്നതും ദൈവത്തിനെതിരായ പ്രവർത്തനങ്ങളുടെ പേരും അടയാളവുമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. പുരാതന പ്രാചീന ലോകത്തിൽ ജാതീയതയുടെയും വിഗ്രഹാരാധനയുടെയും സ്ഥിരാകേന്ദ്രമായിരുന്നു ബാബിലോൺ. നോഹ ഷേത്തിലൂടെ ആദാമിന്റെ സന്തതി ആയിരിക്കുന്നത് പോലെ നോഹയിൽ നിന്നും ഷേമിലൂടെ അബ്രഹാമിലെത്തി നിൽക്കുന്ന വംശപാരമ്പര്യം വ്യക്തമാക്കുക എന്നതാണ് 11-ാം അധ്യായത്തിലെ 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന വംശാവലിയുടെ ഉദ്ദേശം. ഷേമിന്റെ വംശപാരമ്പര്യത്തിനാണ് ഇവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കാരണം യഹൂദ വംശത്തിന്റെ തുടക്കം ഷേമിൽ നിന്നുമാണ്. 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വംശാവലിക്ക് അനുക്രമമായിട്ടുള്ളതാണ് 11-ാം അധ്യായത്തിലും കാണുന്നത്. പിതാക്കന്മാരുടെ പേരുകളും അവരുടെ ആയുഷ്കാലവും അവർ ആരെ ജനിപ്പിച്ചു എന്നതും നോഹ മുതൽ അബ്രഹാം വരെയുള്ള പ്രധാന പേരുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വംശാവലി എല്ലാ തലമുറയും തുടർച്ചയായി ഉൾപ്പെട്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇവിടെ നാം കാണുന്ന മറ്റൊരു കാര്യം പിതാക്കന്മാരുടെ ആയുസ് കുറഞ്ഞു വരുന്നതായിട്ടാണ്. ഷേമിന്റെ ആയുഷ്കാലമായ 600 വയസ്സെന്നത് നാഹോറിൽ എത്തുമ്പോഴേക്കും 148 കുറയുന്നു. 10, 11, 24, 25 എന്നീ വാക്യങ്ങൾ നോക്കുക. അതുപോലെ ഈ വംശാവലിയിൽ ഉൾപ്പെടുന്ന കാലഘട്ടം ഒരുപക്ഷെ പല സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ചിലപ്പോൾ പല തലമുറകൾ കഴിഞ്ഞുള്ള പേരുകളായിരിക്കും വംശാവലിയിൽ ചേർത്തിട്ടുള്ളത്. അനേക തലമുറകൾ മുൻപുള്ള പിതാമഹന്മാരെ അപ്പൻ എന്ന് സംബോധന ചെയ്തിട്ടുള്ളത് ബൈബിളിൽ കാണാം. യെശയ്യാവ് 38:5 നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ എന്ന് ഹിസ്കിയ രാജാവിനോടുണ്ടായ അരുളപ്പാട് ശ്രദ്ധിക്കുക. ഉൽപ്പത്തി 11-ന്റെ 26-ാം വാക്യത്തിലാണ് നാം തേരഹിനെ കണ്ടുമുട്ടുന്നത്. അവനെ അബ്രാം, നാഹോർ, ഹാരാൻ എന്നീ 3 പുത്രന്മാർ ജനിക്കുന്നു. 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ അബ്രാമിന്റെ പേര് അബ്രഹാം എന്നാക്കുന്നു. 21-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമിന് ഇസ്സാക്ക് എന്ന പുത്രൻ ജനിക്കുന്നതായി കാണുന്നു.
ഈ വാഗ്ദത്ത സന്തതിയിൽ നിന്നുമാണ് ലോകരക്ഷകനായ യേശു പിറവിയെടുക്കുന്ന എബ്രായ ജനതയുടെ ആവിർഭാവം. തേരഹിന്റെ 3 പുത്രന്മാരിൽ ഒരാളായിരുന്ന ഹാരാന്റെ മകനായ ലോത്ത് തുടർന്നു വരുന്ന അധ്യായങ്ങളിലെ വിവരണങ്ങളിൽ ഒരു പ്രധാന കഥാപാത്രമാണ്. 12:4-5, 13:1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇവ വായിക്കുക. ലോത്തിന്റെ അപ്പനായ ഹാരാന്റെ അകാല മൃത്യു കാരണം അവന്റെ പേര് നിലനിർത്താനുള്ള ചുമതലയും സ്വന്തം ഭാഗതയും ഉറപ്പിക്കാനുള്ള ഉത്തരവാദിത്വവും ലോത്തിൽ വന്നു ചേർന്നു. അബ്രഹാമിന്റെ ജന്മസ്ഥലമായ അഥവാ ഹാരാന്റെ ഭരണസ്ഥലമായ ഊർ മെസപ്പൊട്ടോമിയയിൽ യൂഫ്രട്ടീസ് നദിയും ടൈഗ്രിസ് നദിയും ഒരുമിച്ച് ചേർന്ന് ഒഴുകുന്ന പ്രദേശത്തുള്ള ഒരു ഡെൽറ്റ ആണെന്നാണ് പുരാതന ചരിത്രകാരന്മാരെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. BC 1000 കൽദയർ അത് കീഴടക്കിയത് മുതലാണ് ആ പ്രദേശത്തെ കൽദയരുടെ ഊരെന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. എന്നാൽ 1974-75 കാലഘട്ടത്തിൽ പുരാവസ്തു ഗവേഷകരായ പൗലോ മത്തിയയും സംഘവും സിറിയയിൽ കണ്ടെത്തിയ എൽബായിലെ ശിലാഫലകങ്ങളിൽ വടക്കൻ സിറിയയിലുള്ള ഊർ എന്നു പേരുള്ള ഒരു സ്ഥലത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഊർ സമ്പന്ന നഗരമായിരുന്നെങ്കിലും ചന്ദ്രനെ ദൈവമായി ആരാധിക്കുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ചന്ദ്രനെ ആരാധിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്നും മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്കായി അബ്രഹാമിനെ കനാൻ ദേശത്തേക്ക് നടത്തിയ ദൈവത്തിന്റെ കരുതൽ എത്ര അത്ഭുതകരമാണ്. അബ്രാം തന്റെ അർത്ഥ സഹോദരിയായ സാറയെ ഭാര്യയായി സ്വീകരിച്ചു. സാറായി എന്ന വാക്കിന്റെ അർത്ഥം രാജകുമാരി എന്നാണ്. പിന്നീട് ഉൽപ്പത്തി 17-ാം 5-ാം വാക്യത്തിൽ സാറായിയുടെ പേര് മാറ്റി സാറ എന്നാകും. ആ പദത്തിന്റെ അർത്ഥം രാജകുമാരി എന്ന് തന്നെ. സാറായിക്ക് മക്കൾ ഇല്ലായിരുന്നു എന്നതൊരു ദുഃഖകരമായ കാര്യമായിരുന്നെങ്കിലും പിന്നീട് അത് ഒരു അത്ഭുതത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീർന്നു. 21-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. നാഹോറിന്റെ ഭാര്യയുടെ പേര് മിൽക്ക എന്നായിരുന്നു. അതിന് രാജ്ഞി എന്നർത്ഥം. തേരഹ് അബ്രഹാമിന്റെ കുടുംബത്തെയും ലോത്തിനെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് തിരിച്ചു. എങ്കിലും ഹാരാൻ എന്ന സ്ഥലത്തെത്തി അവർ അവിടെ താമസമാക്കിയതായി 31-ാം വാക്യത്തിൽ പറയുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.